വെൽക്കം ടു ഉയരി. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരി. കൂടെയുള്ളത് ജോ ആണ്. ഇന്ന് നമ്മൾ ഉയരയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത് കെൽട്രോൺ നോളജ് സെന്ററിന്റെ കീഴിൽ വരുന്ന കോഴ്സുകളെ കുറിച്ചും അവയുടെ ഡീറ്റെയിൽസിനെ കുറിച്ചുമൊക്കെയാണ്. നമ്മൾ അവിടെയും ഇവിടെയുമൊക്കെ ആയിട്ട് ഈ ഒരു സെന്ററിനെ കുറിച്ചും അതിന്റെ കോഴ്സുകളെ കുറിച്ചും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇന്നൊരു ഡീറ്റെയിൽ വേർഷനാണ് ഉയരയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ആൻഡ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാനായിട്ട് നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഓൾസോ ജോയിനിങ്. വി ഹാവ് പ്രീതി മോൾ PS, Head of Keltron Knowledge Center, Kottayam. Ma'am, welcome to the show. ഓക്കെ, താങ്ക് യു. യെസ് മാം. അപ്പം നമ്മൾ ഇന്ന് കെൽട്രോൺ നോളജ് സെന്റർ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകളെ കുറിച്ചാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. അപ്പം അതിനോടനുബന്ധിച്ച് ആദ്യമേ തന്നെ മാമിനോട് ചോദിക്കാനായിട്ടുള്ളത്, ഈ കെൽട്രോൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് വാർത്തകളിലൂടെയും പത്രങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയൊക്കെ കേട്ടിട്ടുള്ള ഒരു വാക്കാണ്. സോ എന്താണ് കെൽട്രോണിന്റെ പ്രവർത്തനങ്ങൾ എന്നുള്ളതൊന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇനി വിദ്യാഭ്യാസ കോഴ്സുകളിലേക്ക് പോയാലോ? ഓക്കെ, അത് തന്നെ ആദ്യം പറയാം. കെൽട്രോൺ ഇന്ത്യയിലെ ആദ്യത്തെ ഏറ്റവും വലുതുമായ സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു പൊതുമേഖല ഇലക്ട്രോണിക്സ് വ്യവസായ സ്ഥാപനമാണ്. ഇന്നിപ്പം നമുക്ക് ആധുനിക സാങ്കേതിക വിദ്യയിലെ എല്ലാ മേഖലകളിലും കൈവച്ചിട്ടുള്ളതാണ് കെൽട്രോൺ. അപ്പോൾ കെൽട്രോണിന്റെ തന്നെ ഒരു നോളജ് സർവീസ് ഗ്രൂപ്പാണ് ഇപ്പൊ നമുക്ക് കോട്ടയത്തുള്ളത്. ആധുനിക സാങ്കേതിക വിദ്യാ കാലഘട്ടത്തെ ആവശ്യങ്ങൾക്കനുസൃതമായ രീതിയിൽ സാധാരണക്കാരുടെ ഇടയിൽ എത്തിക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി കെൽട്രോൺ നോളജ് സെന്ററുകൾ കേരളത്തിൽ ഉടനീളം പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു കേരളത്തിലുടനീളം പ്രവർത്തിക്കുന്ന ഈ കെൽട്രോൺ നോളജ് സെന്ററിന് ഒരു മോട്ടോ ഉണ്ടായിരിക്കുമല്ലോ നമുക്ക്. അപ്പം അതിന്റെ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഒരു നമ്മൾ കീപ്പ് ചെയ്യുന്ന ഒരു മോട്ടോ എന്താണ് മാം? നമ്മൾ കീപ്പ് ചെയ്യുന്നത് ഇത് ശരിക്കും സാധാരണക്കാർക്ക് നമ്മുടെ കോഴ്സുകൾ അവൈലബിൾ ആക്കുക എന്നതാണ് നമ്മളുടെ ലക്ഷ്യം തന്നെ. അതായത് ആധുനിക സാങ്കേതിക വിദ്യാ കാലഘട്ടത്തില് പല രീതിയിലുള്ള എന്നുവെച്ചാൽ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോഴ്സുകളൊക്കെ നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. അത് മിക്കവാറും സാധാരണക്കാർക്ക് എത്തിപ്പിടിക്കാനാവാത്ത വിധത്തിലുള്ള ഉയരങ്ങളിലായിരിക്കും അതിന്റെ കോഴ്സ് ഫീസ് ഒക്കെ വരുന്നത്. അത് ഇവരുടെ ഇടയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മളിവിടെ കോഴ്സുകൾ തുടങ്ങിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും അങ്ങനെ ഒരു ലക്ഷ്യത്തോടു കൂടി തുടങ്ങിയിട്ടുള്ള നമ്മുടെ കെൽട്രോൺ നോളജ് സെന്ററിൽ വരുന്ന മറ്റ് കോഴ്സുകൾ ഏതൊക്കെ എന്നറിയാനായിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ്. അത് ഏതൊക്കെ എന്തൊക്കെ എന്നുള്ളത് നമുക്ക് കേട്ടറിയാം പാട്ടുകൾക്ക് ശേഷം. സോ കീപ് ഓൺ ലിസ്ണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. വെൽക്കം ബാക്ക് ടു ഉയരെ ഓൺ സർഗക്ഷേത്ര 89.6 FM. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ചില സമയങ്ങളിൽ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പറക്കാനായിട്ട് ശ്രമിക്കുമെങ്കിലും ചില സാങ്കേതിക തകരാറ്, അത് ചിലപ്പം നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടാകും, അല്ലെങ്കിൽ മറ്റ് ചില പ്രശ്നങ്ങളായിരിക്കും. എസ്പെഷ്യലി സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് നമ്മളെ കൂടുതലും ചില കോഴ്സുകളിലേക്ക് പോകേണ്ട എന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്തുന്നത്. പക്ഷേ അത്തരം സാഹചര്യങ്ങളൊന്നും വേണ്ട. ഇവിടെ നമുക്ക് ഫീസ് ഇളവോട് കൂടി സർട്ടിഫൈഡ് ആയിട്ടുള്ള കോഴ്സുകളൊക്കെ നമുക്ക് പഠിക്കാം എന്ന് ഉറപ്പുവരുത്തുന്ന കെൽട്രോൺ നോളജ് സെന്ററിന്റെ കോഴ്സുകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഉയരയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട് നമ്മുടെ കൂടെയുള്ളത് ഹെഡ് ഓഫ് കെൽട്രോൺ നോളജ് സെന്റർ കോട്ടയം, മിസ് പ്രീതി മോൾ PS. മാം, നമ്മൾ ഈ ഒരു കെൽട്രോൺ എന്താണ്, അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, കെൽട്രോണിൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മോട്ടോ അല്ലെങ്കിൽ ലക്ഷ്യം എന്താണ് എന്നുള്ളത് കേട്ടു. അപ്പം ഈ കെൽട്രോൺ നോളജ് സെന്ററിൽ ഒരുപാട് കുട്ടികൾ ആക്ച്വലി വന്ന് പഠിക്കുന്നുണ്ട്. സോ ഈ കുട്ടികളൊക്കെ ഏറ്റവും കൂടുതൽ കുട്ടികൾ ചെയ്യുന്ന കോഴ്സ് ഏതാണ് മാം? ആൻഡ് ഓൾസോ ഏതൊക്കെ കോഴ്സുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്? നമുക്ക് ഒരുപാട് കോഴ്സുകൾ അവൈലബിൾ ആണ്. നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് നമുക്കിവിടെ പോകുന്ന കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, DCA, വേർഡ് പ്രോസസിംഗ് ആൻഡ് ഡാറ്റ എൻട്രി, മൾട്ടിമീഡിയ ആൻഡ് ആനിമേഷൻ, ടാലി, ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിംഗ് കോഴ്സുകൾ, ഡാറ്റ സയൻസ്, PGDCA, ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ്, IoT, വെബ് ഡിസൈൻ ആൻഡ് ഡെവലപ്മെന്റ്, ഇങ്ങനെയുള്ള കോഴ്സുകളൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ പോകുന്നതാണ്. പിന്നെ നമ്മൾ ഓരോ ഇതിന്റെ അനുസരിച്ച് അപ്പൊ ആ ഓരോ കാലഘട്ടത്തിനനുസരിച്ചുള്ള അഡ്വാൻസ് കോഴ്സുകൾ വരുന്നുണ്ട്. അതനുസരിച്ചും നമ്മുടെ കോഴ്സുകൾ കുട്ടികൾക്ക് തിരഞ്ഞെടുക്കുന്നതാണ്. ഓക്കെ. എൻ്റെ ഇപ്പം എല്ലാവർക്കും സംശയം ഉണ്ടായിരിക്കും, ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്ന ചില മാതാപിതാക്കൾക്കൊക്കെ സംശയം ഉണ്ടായിരിക്കും. ഇവിടെ വരുന്ന അധ്യാപകര് ലൈക്ക് ഇപ്പൊ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകണമെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ നോക്കി അവിടുത്തെ അധ്യാപകരെയൊക്കെ നല്ലതാണോ എന്ന് നോക്കി അവിടെ കൊണ്ട് വിടുന്ന മാതാപിതാക്കളുണ്ട്. അപ്പം അങ്ങനെയുള്ള മാതാപിതാക്കൾക്കൊരു സമാധാനമായിട്ട് അല്ലെങ്കിൽ അവർക്കൊരു ഓക്കെ ഇത്രയും നല്ല ഫാക്കൽറ്റീസ് ആണ് ഇവിടെ എന്ന് ഉറപ്പ് വരുത്താനായിട്ട് ഇവിടെ വരുന്ന ഫാക്കൽറ്റീസ് എങ്ങനെയുള്ളവരായിരിക്കും, എന്താണ് ഫാക്കൽറ്റീസിൽ നൽകുന്ന ഒരു ഉറപ്പ് എങ്ങനെയാണ്?
നമ്മളുടെ ഫാക്കൽറ്റീസ് എന്ന് പറഞ്ഞാൽ 100% നമുക്ക് പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ 100% അവർക്ക് പഠിക്കാൻ പറ്റണം എന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. ഫാക്കൽറ്റീസ് എല്ലാവരും ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അവിടെ ക്ലാസ്സുകൾ എടുക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ ഫാക്കൽറ്റീസ് എല്ലാവരും ബിടെക് എംടെക് ഒക്കെ കഴിഞ്ഞിട്ടുള്ളവർ തന്നെയാണ്. ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസിനെയാണ് നമ്മളിവിടെ എടുക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പോൾ എന്തായാലും ഗുണനിലവാരമുള്ള ഒരു കോഴ്സ് തന്നെ നമുക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ യെസ്, നമുക്ക് സമീപിക്കാവുന്ന ഒരു സെൻ്ററാണ് കെൽട്രോൺ നോളജ് സെൻറ്റർ. അപ്പം കെൽട്രോൺ നോളജ് സെൻറ്ററിൻ്റെ കീഴിൽ വരുന്ന കോഴ്സുകൾ ഏതൊക്കെ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഉയരയിലൂടെ കേട്ടറിയുന്നത്. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. വെൽക്കം ബാക്ക് ടു ഉയരെ. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. നല്ലൊരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് അന്വേഷിച്ച് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ, അതും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനം അന്വേഷിച്ച് നടക്കുമ്പോൾ നമ്മൾ അഫ്കോഴ്സ് ചെന്നെത്തുന്ന ഒരു സ്ഥലം തന്നെയാണ് കെൽട്രോൺ നോളജ് സെൻറ്റർ. ഇവിടുത്തെ കോഴ്സുകൾ എന്തൊക്കെയാണ്, ഏറ്റവും കൂടുതൽ കുട്ടികൾ ഓപ്റ്റ് ചെയ്യുന്ന കോഴ്സുകൾ ഏതൊക്കെ എന്നുള്ളത് കേട്ടു. ആൻഡ് ഓൾസോ ഫാക്കൽറ്റീസിനെ കുറിച്ച് നമ്മൾ കേട്ടു, അവരുടെ ഒരു മോട്ടോ തന്നെ നമ്മൾ കേട്ടു അല്ലേ. അപ്പം എന്തായാലും കെൽട്രോൺ നോളജ് സെൻറ്ററിൻ്റെ കോഴ്സുകളെ കുറിച്ചൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ എല്ലാവർക്കും സംശയം ഉണ്ടായിരിക്കും, അയ്യോ ഇതെങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എവിടെയാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരേണ്ടത് തുടങ്ങിയ സംശയങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടായിരിക്കും. സോ ഈ സംശയങ്ങൾക്കൊക്കെ ഉത്തരം നൽകാനായിട്ട് നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. വി ഹാവ് പ്രീതിമോൾ PS, ഹെഡ് ഓഫ് കെൽട്രോൺ നോളജ് സെൻറ്റർ, കോട്ടയം. മാം, നമ്മൾ ഈ കെൽട്രോൺ നോളജ് സെൻറ്ററിൽ നൽകുന്ന കോഴ്സുകളെ കുറിച്ച് നമ്മൾ കേട്ടു. ആൻഡ് ഇപ്പം ഞാനാണെങ്കിലും ആദ്യം അന്വേഷിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു കോഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു സെൻറ്ററിനെ കുറിച്ച് അന്വേഷിച്ചപ്പം ഞാൻ സെർച്ച് ചെയ്തൊരു കാര്യം, എവിടെയാണ് ഈ ഒരു കോഴ്സുകൾ അല്ലെങ്കിൽ നമ്മുടെ കെൽട്രോൺ നോളജ് KKC നൽകുന്ന കോഴ്സുകളിലെ നോട്ടിഫിക്കേഷൻസ് വരുന്നത്, അല്ലെങ്കിൽ ഇത് എപ്പോഴൊക്കെയാണ് കോഴ്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളൊരു സംശയം ഉണ്ടെന്ന്. അപ്പോൾ അത് എവിടെയാണ്, എങ്ങനെയാണ്, എപ്പോഴെല്ലാമാണ്? നമ്മളുടെ കെൽട്രോൺ നോളജ് സെന്ററിന്റെ കോഴ്സുകളെ കുറിച്ച് അറിയാനായിട്ട് കെൽട്രോൺ നോളജ് സെന്ററിന്റെ തന്നെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. ksg.keltron.in എന്ന വെബ്സൈറ്റ് ആണത്. അതിൻ്റെ അകത്ത് നമ്മളുടെ നോളജ് സെന്റർ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ കോഴ്സുകളുടെ ഡീറ്റെയിൽസും ഫീസും എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോ കോഴ്സും ഏത് സമയത്താണ് നമുക്ക് ജോയിൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ സമയത്ത് ആ വെബ്സൈറ്റ് സന്ദർശിച്ചിട്ട് അതിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് കോഴ്സുകൾക്ക് വേണ്ടിയിട്ട്. പിന്നെ അതല്ലാതെ നമ്മൾക്ക് കേരളത്തിൽ 35 സെന്ററോളം ഉണ്ട് കേരളത്തിൽ മൊത്തം. അപ്പൊ ഈ 35 സെന്ററിലും ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് നമുക്ക് കോഴ്സുകൾ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പൊ സെന്ററിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഓരോ കോഴ്സിനെ കുറിച്ചും ഉള്ള ഫുൾ ഡീറ്റെയിൽസ്, അപ്പൊ ഒരു കുട്ടി വരുമ്പോഴത്തേക്കും ആ കുട്ടി ഏത് കോഴ്സ് സെലക്ട് ചെയ്യണമെന്ന് അറിയാതെ ആയിരിക്കും ചിലപ്പോൾ വരുന്നത്. അപ്പൊ ഇവിടെ നമ്മളുടെ അടുത്ത് വന്നതിന് ശേഷമായിരിക്കും എന്റെ ക്വാളിഫിക്കേഷൻ ഇതാണ്, ഇതിന് പറ്റുന്ന നല്ല കോഴ്സ് ഏതെങ്കിലും തരണം എന്ന രീതിയിലായിരിക്കും അവർ നമ്മളുടെ അടുത്ത് വരുന്നത്. അപ്പൊ ആ വരുന്ന സമയത്ത് നമ്മൾക്ക് ആ കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ട് ഏതൊക്കെയാണ് കോഴ്സുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതെന്നുള്ളത് നമ്മൾ സെന്ററിൽ നിന്ന് പറഞ്ഞു കൊടുക്കും. അപ്പൊ പറഞ്ഞു കൊടുത്തിട്ട് ഇവർക്ക് ഏതാണ് അതിൻ്റെ അകത്ത് ടേസ്റ്റ് ഉള്ളതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത്, അവർക്ക് അടയ്ക്കാൻ പറ്റുന്ന ഫീസിന്റെ കാര്യം ഉണ്ടാവും, ഇവർക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇതെല്ലാം നോക്കിയിട്ട് ആണ് ഇവർക്ക് ഇത് സെലക്ട് ചെയ്ത് എടുക്കാം ഏത് കോഴ്സാണ് വേണ്ടതെന്നുള്ളത്. ഡ്യൂറേഷനും എല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കും. അപ്പൊ അങ്ങനെ വേണമെങ്കിലും കോഴ്സിന്റെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഓക്കെ ഓക്കെ. ഒരു സംശയം ഒന്ന് ചോദിച്ചോട്ടെ. ഇപ്പം മാം പറഞ്ഞല്ലോ, ഇപ്പം ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നമുക്ക് കോഴ്സുകൾ സെലക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പം അവിടെ കൂടുതലും വരുന്ന ആളുകളുടെ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഏത് ക്വാളിഫിക്കേഷൻസ് ഉള്ളവരെയാണ് നമ്മൾ കൂടുതലും കോഴ്സുകളിലേക്ക് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത്? നമുക്ക് SLC ക്വാളിഫിക്കേഷൻ മുതലുള്ള ആൾക്കാർക്ക് ഇവിടെ കോഴ്സുകൾ ചെയ്യാവുന്നതാണ്. ഇപ്പൊ SLC ഉള്ളവർക്കുള്ള കോഴ്സുകൾ ഉണ്ടാവും, +2 പാസ്സായവർക്കുള്ളതുണ്ടാവും, BTech കഴിഞ്ഞവർക്കുള്ളതുണ്ടാവും, ഡിഗ്രി കഴിഞ്ഞിട്ടുള്ളവർക്കുണ്ടാവും. കൂടുതലും നമ്മൾ SLC +2 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് കൂടുതലും കോഴ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഹയർ ലെവൽ ഒരു എഡ്യൂക്കേഷന് പോകാൻ പറ്റാത്ത കുട്ടികളായിരിക്കും കൂടുതലും നമ്മളുടെ ഇടയിൽ സാധാരണക്കാരായിട്ടുള്ളവര്. അപ്പൊ അവർക്ക് അവരുടെ ആ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ട് തിരഞ്ഞെടുക്കാവുന്ന കോഴ്സുകൾ ആണ് നമ്മൾ കൂടുതലും മുൻഗണന കൊടുക്കുന്നത്. പിന്നെ ഡിഗ്രി ലെവലിലുള്ളവരുടെ BTech ലെവലിലുള്ളവർക്കൊക്കെ ഉള്ള കോഴ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ +2 SLC ആണ്.
ഇപ്പൊ +2 ലെവലിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഉണ്ട് നമുക്ക്. അപ്പൊ അത് ഇവർക്ക് ഈ +2 മാത്രം പഠിച്ചിട്ട് ഒരു ഡിപ്ലോമ അല്ലെങ്കിൽ പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് കൂട്ടി ഉണ്ടെങ്കിൽ ഇവർക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ജോലി കിട്ടാനൊക്കെ എളുപ്പമാണ്. അപ്പൊ അതനുസരിച്ചിട്ടുള്ള കോഴ്സുകൾ നമ്മളായിട്ട് പറഞ്ഞ് അവർക്ക് കൊടുക്കും. പിന്നെ നമ്മുടെ കോഴ്സുകളെ കുറിച്ച് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ കെൽട്രോണിന്റെ ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ട്. 9188665545 എന്ന നമ്പറിൽ വിളിച്ചാൽ മതിയാവും. അതിൽ വിളിച്ചാൽ നമുക്ക് കോഴ്സുകളുടെ കാര്യങ്ങളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് വെബ്സൈറ്റ് അവൈലബിൾ ആണ്, നമുക്ക് ഹെൽപ്പ് ലൈൻ നമ്പറും ഉണ്ട്. ആൻഡ് ഓൾസോ ഇപ്പൊ മാം പറഞ്ഞു നമുക്ക് കേരളത്തിൽ സോഷ്യൽ മീഡിയയിലുണ്ട്. നമുക്ക് സോഷ്യൽ മീഡിയ അവൈലബിൾ ആണ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റ, ഇതിലൊക്കെ നമ്മളുടെ കോഴ്സുകൾ, പുതിയ പുതിയ കോഴ്സുകൾ വരുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ എല്ലാവർക്കും ഇത് അറിയാൻ പറ്റും. പിന്നെ പത്രങ്ങളിൽ നമ്മൾ പ്രസ് റിലീസ് പോലെ ഇടുന്നുണ്ട് പത്രങ്ങളിലൂടെയൊക്കെ. പിന്നെ എപ്പോഴൊക്കെയാണ് ഇതിന്റെ കോഴ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്? സാധാരണ നമ്മൾ ഒരു അക്കാഡമിക് ഇയർ തുടങ്ങുന്നത് പോലെ ജൂൺ ജൂലൈ ആ ഒരു ടൈമിലാണോ, അതോ എപ്പോഴായിരിക്കും ഇതിന്റെ ഒരു ബിഗിനിങ് ടൈം? നമ്മൾ അങ്ങനെ ബിഗിനിങ് ടൈം എന്ന് പറഞ്ഞിട്ട് ഒരു ടൈം മിക്കവാറും വെക്കാറില്ല. കാരണം നമുക്ക് ഏത് സമയത്ത് വന്നാലും കോഴ്സുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇപ്പൊ ചിലത് നമുക്ക് ഈ അക്കാഡമിക് ഇയർ മിക്കവാറും ജൂൺ ജൂലൈ ആ മാസങ്ങളൊക്കെ ആയിരിക്കും ഓരോ സ്ഥലത്തും അഡ്മിഷൻസ് തുടങ്ങുന്നത്. അപ്പൊ ആ ടൈമിൽ നമുക്ക് ഇവിടെ കോഴ്സുകൾക്ക് കുട്ടികൾ കൂടുതൽ വരും എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ഇവിടെ വന്ന് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഓരോ സമയത്ത് നമ്മൾ മിക്കവാറും എല്ലാ മാസങ്ങളിലും പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ആ ബാച്ചുകളിലേക്ക് അഡ്മിഷൻ, ആ സമയത്ത് അഡ്മിഷൻ വേണ്ടവർക്ക് ആ ടൈമിൽ വന്നാൽ നമുക്ക് അഡ്മിഷൻ കൊടുക്കാൻ പറ്റും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഏത് സമയം വന്നാലും നമുക്കൊരു കോഴ്സ് ഇപ്പൊ ചെയ്യണം അത്യാവശ്യമാണെന്ന് തോന്നുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വരാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ആൻഡ് ഒരു കാര്യം കൂടെ ഒന്ന് ചോദിച്ചോട്ടെ മാം, ഇപ്പൊ നമുക്ക് കേരളത്തിലുടനീളം 35 സെന്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഭൂരിഭാഗം ആളുകളും കോട്ടയത്തുള്ളവരാണ്. അപ്പം കോട്ടയത്ത് നമ്മുടെ ഈ കെൽട്രോൺ നോളജ് സെന്റർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കോട്ടയത്തെ കെൽട്രോൺ നോളജ് സെന്റർ നാഗമ്പടത്താണ്. നാഗമ്പടത്ത് പ്രൈവറ്റ് സ്റ്റാൻഡിനുള്ള ഉള്ളിലുള്ള മുനിസിപ്പൽ ഷോപ്പിംഗ് കോംപ്ലക്സിൽ 1ാമത്തെ നിലയിലാണ് നമ്മുടെ കോട്ടയം സെന്റർ വർക്ക് ചെയ്യുന്നത്. പിന്നെ നമുക്ക് പാലായിലും ഉണ്ട് സെന്റർ. പാലായിലുള്ളത് പുളിക്കക്കണ്ടം ബിൽഡിങ്ങിലാണ്. ഓക്കെ, ശരി. അപ്പൊ എന്തായാലും കോട്ടയത്ത് നമ്മുടെ കെൽട്രോൺ നോളജ് സെന്ററിന്റെ എവിടേക്കാണ് സെന്റേഴ്സ് ഉള്ളത് എന്ന് നമ്മൾ കേട്ടറിഞ്ഞു. ആൻഡ് ഈ ഒരു കോഴ്സ് എപ്പോഴൊക്കെയാണ് ഇതിന്റെ നോട്ടിഫിക്കേഷൻസ്, അല്ലെങ്കിൽ എവിടേക്കാണ് ഈ ഒരു കോഴ്സിന്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നത്, എപ്പോഴൊക്കെ നമുക്ക് ഇതിന്റെ അഡ്മിഷൻ എടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടറിഞ്ഞു. അപ്പം ഇന്ന് ഉയരയിലൂടെ നമ്മൾ അറിയുന്നത് കെൽട്രോൺ നോളജ് സെന്ററിന്റെ കീഴിലുള്ള കോഴ്സുകളെ കുറിച്ച്, അവയുടെ ഗുണങ്ങളെ കുറിച്ചൊക്കെയാണ്. സോ ഇനിയും ധാരാളം കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. കേട്ടറിയാം സർഗക്ഷേത്ര 89.6 FM ഉയരയിലൂടെ. കൂടെയുള്ളത് ജോമാണ്. ആൻഡ് ദിസ് ഈസ് ഉയരെ, പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. സർഗക്ഷേത്ര 89.6 FM ഉയരെയാണ്, പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. നമ്മൾ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളാണോ ഉയരയിൽ എപ്പോഴും എന്നും സംസാരിക്കുന്നത്. പുതിയ കോഴ്സുകളിൽ വന്ന മാറ്റങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ഉയരയിൽ നമ്മൾ സംസാരിക്കുന്നത് കെൽട്രോൺ നോളജ് സെന്ററിനെ കുറിച്ചാണ്. KKCയുടെ കീഴിൽ വരുന്ന കോഴ്സുകളെ കുറിച്ച് ഓരോന്ന് ചോദിച്ചറിയുമ്പോൾ അതിന് ഉത്തരം ലഭിക്കാനായിട്ട്, അല്ലെങ്കിൽ ഉത്തരം പറഞ്ഞു തരാനായിട്ട് നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് പ്രീതി മോൾ PS, ഹെഡ് ഓഫ് കെൽട്രോൺ നോളജ് സെന്റർ, കോട്ടയം. മാം, നമ്മൾ ഈ ഒരു കോഴ്സിനെ കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനി ചോദിക്കാനായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം മാം പറഞ്ഞു ഇതിന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് SSLC കഴിഞ്ഞ വ്യക്തികൾ, അതുപോലെ തന്നെ +2 കഴിഞ്ഞ വ്യക്തികൾ, +2 ഡിപ്ലോമ കോഴ്സ് ചെയ്ത വ്യക്തികളൊക്കെ വരാറുണ്ട്. അവരാണ് കൂടുതലും വരാറുള്ളത് എന്ന് പറഞ്ഞു. ആൻഡ് ഓൾസോ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് കുറെ ആളുകളും ആക്ച്വലി ഈ ഒരു കെൽട്രോൺ കോഴ്സ് ചെയ്യുന്നവരുണ്ട്. അപ്പം ഇവർക്ക് ഈ ഒരു കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് ഒരു ജോലിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഈ കെൽട്രോൺ പഠിച്ചത് കൊണ്ടുണ്ടാവുന്ന ബെനഫിറ്റ്സ് അല്ലെങ്കിൽ ഗുണം എന്തുമാത്രമായിരിക്കും? ഒരു ജോലിക്ക് ഇവർ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു കോഴ്സ് നമുക്ക് എന്തുമാത്രം അവരെ ഒരു ജോലിക്കായിട്ട് ഇവരെ പണി കഴിപ്പിച്ചെടുക്കുന്നുണ്ട്? കെൽട്രോണിന്റെ തൊഴിലധിഷ്ഠിത നൈപുണ്യ വികസന കോഴ്സുകൾ ആധുനിക കാലഘട്ടത്തിൽ തൊഴിൽ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്ന രീതിയിലാണ് നമ്മൾ കോഴ്സുകളെല്ലാം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവര് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ഒരു ജോലിക്ക് ചെല്ലുമ്പോൾ അവിടെ എങ്ങനെ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ അതനുസരിച്ചിട്ട് നമ്മളിവിടെ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ചെയ്യേണ്ട കാര്യങ്ങളും വരുന്നതും എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്ക് അവർക്ക് ഈ അടിസ്ഥാന വിദ്യാഭ്യാസത്തിന്റെ പുറമെ
ഇലക്ട്രോണിക്സ് അല്ലെ സോഫ്റ്റ്വെയർ, IT തുടങ്ങിയ മേഖലയിൽ കൂടുതൽ അറിവുകൾ നൽകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കെൽട്രോണിന്റെ കോഴ്സുകൾ സഹായിക്കുന്നുണ്ട്. പിന്നെ ഇവർക്ക് ജോലിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനും പുതിയ സാങ്കേതിക വിദ്യകൾ സ്വീകരിച്ച് അതനുസരിച്ചിട്ട് ജോലി ചെയ്യാൻ പ്രാപ്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞ കുട്ടികളാണ് എങ്കിൽ ഇപ്പൊ PSC അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് DCA കോഴ്സ് അല്ലെങ്കിൽ PGDCA കോഴ്സ് ഇവർ ചെയ്താൽ ഇവർക്ക് അതനുസരിച്ചിട്ട് ഓഫീസ് വഴി ചെയ്യുമ്പോഴും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജോലിക്ക് പോകുമ്പോഴും അവർക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഓഫീസ് വർക്ക് ആണെങ്കിൽ കിട്ടുന്നതെങ്കിൽ ആ ഓഫീസ് വർക്കിൽ എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളത് നമ്മൾ അത് പറഞ്ഞു കൊടുത്തിട്ടാണ് നമ്മളിവിടെ ക്ലാസ്സുകൾ എടുക്കുന്നത്. പിന്നെ ലോജിസ്റ്റിക്സ് ആണെങ്കിലും ഫയർ ആൻഡ് സേഫ്റ്റി ആണെങ്കിലും ആനിമേഷന്റെ കോഴ്സുകളാണെങ്കിലും എല്ലാം നമ്മളിവിടെ എങ്ങനെയായിരിക്കും അത് ഇവർക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുന്നത്, എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ഒരു ഓഫീസിൽ അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ അത് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളതായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഇപ്പൊ കെൽട്രോൺ ഒരു ഇൻഡസ്ട്രി ആയതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രിക്ക് അനുസൃതമായ കോഴ്സുകൾ പ്രദാനം ചെയ്ത് ഒരു ഇൻഡസ്ട്രി റെഡി പ്രൊഫഷണലുകളാക്കിയാണ് നമ്മളിവിടെ കുട്ടികളെ മാറ്റുന്നത്. ഇപ്പൊ നമ്മൾക്ക് കൂടുതലും നമ്മൾ പ്രാക്ടിക്കൽ ഓറിയന്റഡ് കോഴ്സുകളാണ് ഇവിടെ നമ്മൾ കൊടുക്കുന്നത്. ഇപ്പൊ പ്രാക്ടിക്കലുള്ള കോഴ്സുകളാണെങ്കിൽ അത് ഇവരെ കുട്ടികളെ കൊണ്ട് തന്നെ അതിന്റെ ഓരോ വർക്കുകളും ചെയ്യിപ്പിച്ച് നമ്മൾ ആദ്യം കൊടുത്തതിന് ശേഷം അവര് അത് എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഹെൽപ്പ് ചെയ്ത് അവരെ കൊണ്ട് തന്നെ നമ്മൾ ഓരോ വർക്കുകളും ചെയ്യിപ്പിക്കും. അപ്പൊ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവര് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും ഒരു ജോലിക്ക് ചെന്നാല് അവിടെ ആ കമ്പനിയുടെ വർക്കിനനുസരിച്ച് ചെയ്യുമ്പോൾ ഇവർക്ക് ഈ പഠിച്ചത് വെച്ചിട്ട് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പൊ ഇവർക്കത് വളരെയധികം പ്രയോജനമാണ്. നമ്മൾ കോഴ്സുകളുടെ ഓരോ കാര്യങ്ങളിലും എങ്ങനെയാണ് അതിന്റെ കമ്പനിയിൽ ചെല്ലുമ്പോൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് ജോലിക്ക് പോകുമ്പോഴും അത് ഭയങ്കര സഹായമായിരിക്കും. ഇപ്പൊ ആനിമേഷന്റെ ഒക്കെ കോഴ്സുകളാണ് അല്ലെ ഡിസൈനിങ് കോഴ്സുകളാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഇവരെ കൊണ്ട് തന്നെ നമ്മൾ കുറേയേറെ ഡിസൈനുകൾ ചെയ്യിപ്പിക്കും. ഓരോ ഡിസൈനുകൾ പലതും കിട്ടിയതനുസരിച്ച് നമ്മളിപ്പോ ഒരുപാട് നോട്ടീസ് ആണെങ്കിലും അല്ലെങ്കിൽ ഓരോ പരസ്യ ചിത്രങ്ങളൊക്കെ ആണെങ്കിലും ഒരുപാട് നമ്മളിങ്ങനെ കാണുന്നതാണല്ലോ. അതൊക്കെ ഈ കുട്ടികളെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു കൊടുത്ത് നമ്മൾ അത് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് അവർക്ക് പഠിക്കാവുന്ന രീതിയിൽ അല്ലെങ്കിൽ മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് അവരെ കൊണ്ട് തന്നെ ഇതുപോലത്തെ വർക്കുകൾ നമ്മൾ ചെയ്യിപ്പിക്കും. അങ്ങനെയൊക്കെയാണ് നമ്മളിവിടെ കോഴ്സുകൾ പഠിപ്പിക്കുന്നത്. പിന്നെ ഇൻഡസ്ട്രിയൽ വിസിറ്റ് കൊടുക്കും, ഇന്റേൺഷിപ്പുകൾ കൊടുക്കുന്നുണ്ട് ഓരോ കോഴ്സുകൾക്കും. അത് ആ ഓരോ കോഴ്സിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് അവർക്ക് ആവശ്യമായ സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കും. അപ്പൊ അതനുസരിച്ചൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഈ കോഴ്സ് കഴിഞ്ഞ് ഇവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവർക്ക് ജോലി കിട്ടാനും എളുപ്പമാണ്. ഒരു ജോലിയിൽ കയറിയാൽ തന്നെ അവർക്കത് ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ആദ്യത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും, കാരണം നമ്മൾ പുതിയൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ പുതിയതായിട്ട് ചെയ്ത് വരുന്നതിന്റെ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇവർക്കത് നന്നായിട്ട് തന്നെ ചെയ്ത് പഠിക്കാൻ പറ്റും. യെസ്, അവരുടെ ആ ഒരു നൈപുണ്യം അവരെ പ്രാക്ടിക്കലായിട്ട് ചെയ്തുകൊണ്ട് തന്നെ അത് വികസിപ്പിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ ജോലി സ്ഥലങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അവർക്ക് കുറച്ചും കൂടി ഒന്ന് ഈസി ആക്കാനായിട്ട് നമുക്ക് ഈ ഒരു കോഴ്സുകൾ അവരെ പ്രാപ്തമാക്കുന്നുണ്ട് അല്ലേ? അതെ, അവർക്ക് ഓരോ എല്ലാത്തിലും നമ്മൾ പ്രാക്ടിക്കൽ ഉള്ളതെല്ലാം കുട്ടികളെ കൊണ്ട് നമ്മൾ പല തവണ ചെയ്യിപ്പിച്ചിട്ടാണ് നമ്മൾ വിടുന്നത്. ഒരു തവണയൊന്നും അല്ല, നമ്മളിപ്പോ ഓരോ കുട്ടികളെ കൊണ്ടും ചെയ്യിപ്പിക്കും. നമ്മളിപ്പോ ഒരു ബാച്ച് ആയിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നതെങ്കിൽ കൂടി അതിൽ ഓരോ കുട്ടികളെയും നമ്മൾ ഒരു പ്രാക്ടിക്കൽ ചെയ്തു എന്നുള്ള ഉറപ്പ് വരുത്തും. അങ്ങനെയാണ് നമ്മളിവിടെ കോഴ്സുകൾ കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഓരോരുത്തരും ചെയ്യുന്ന ചില സ്ഥലങ്ങളിലൊക്കെ ബാച്ച് വൈസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് കുട്ടികൾ പുറകോട്ട് നിൽക്കും. കാരണം അവർക്ക് ചെയ്യാനുള്ള മടിയുണ്ടാവും, ഒരു നാണമുണ്ടാവും. കയറി ഞാൻ ചെയ്താൽ തെറ്റിപ്പോവോ അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റുമോ എന്നൊക്കെ ഒരു ചിന്തകളൊക്കെ ഉള്ള കുട്ടികളൊക്കെ നമുക്കിവിടെ വരുന്നുണ്ട്. എന്നാലും നമ്മൾ അവരെ മാറ്റി നിർത്താതെ അവരെ തന്നെ മുന്നിൽ നിർത്തി അവരെ കൊണ്ടും ചെയ്യിപ്പിക്കും. ഓരോരുത്തരെയും വിളിച്ച് ചെയ്യിപ്പിക്കും. തെറ്റുവാണെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതിയല്ലോ. അവരോട് പറയും നമ്മൾ തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല, തെറ്റിയെ പറഞ്ഞു തരാം, നിങ്ങൾ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒന്നിലും പേടിക്കണ്ട, ഞങ്ങൾ കൂടെ ഉണ്ട് എന്ന രീതിയിൽ തന്നെ നമ്മൾ പറഞ്ഞ് കൂടെ നിന്ന് തന്നെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ ചെയ്ത് നമുക്ക് പുറത്തേക്ക് ഇറങ്ങുന്ന കുട്ടികൾക്ക് പിന്നെ ഏത് വർക്ക് എടുക്കാനും അവർക്ക് പേടി ഉണ്ടാവത്തില്ല. ചെയ്ത് പഠിച്ചിട്ടുണ്ടല്ലോ അവര്. അത് കാരണം അങ്ങനെ ഒരു പേടി അവർക്ക് ഉണ്ടാവത്തില്ല. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏത് ജോലിക്ക് വേണേലും ഇവർക്ക് പോകാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്തായാലും കെൽട്രോൺ നോളജ് സെന്ററിലെ കുട്ടികൾക്ക് ഇപ്പം അവർക്ക് ഉറപ്പോടുകൂടെ പറയാമല്ലോ, ഞങ്ങൾ പ്രാക്ടിക്കലായിട്ട് ഇതെല്ലാം ചെയ്ത് പഠിച്ച് പരിശീലിച്ച് വന്നവരാണ് എന്നുള്ളൊരു കാര്യം
എന്താ അവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ അധ്യാപകരും കുട്ടികളും ഒക്കെ ഉറപ്പോടുകൂടി പറയുന്നു എന്ന് നമുക്ക് ഇപ്പൊ കേട്ട് മനസ്സിലായിട്ടുണ്ട്. തീർച്ചയായിട്ടും അവർക്കത് പറയാൻ പറ്റും, കാരണം നമ്മൾ അങ്ങനെയാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. അതെ അതെ. അപ്പൊ എന്താ നമ്മൾ കെൽട്രോൺ നോളജ് സെന്ററിന്റെ കീഴിൽ വരുന്ന കോഴ്സുകളെ കുറിച്ച് അവയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഒക്കെയാണ്, എന്തിന്റെ നോട്ടിഫിക്കേഷൻസ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ കേട്ടറിയുമ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ആക്ച്വലി ഈ ഒരു കോഴ്സിനെ കുറിച്ച് നമുക്ക് കേട്ടറിയേണ്ടതായിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കേൾക്കാം ഉയരയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കൂടെ ഉള്ളത് ജോ ആണ്. വെൽക്കം ബാക്ക് ടു ഉയരെ. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. നമ്മൾ ഒരു കാര്യത്തിലേക്ക് ആഗ്രഹിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പറക്കണം, എനിക്ക് ആ ദിശയിലേക്ക് തന്നെ പറക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ അതിൽ ഗുണനിലവാരമുള്ളതായിരിക്കണം. നമ്മുടെ ആ ഒരു എന്താ പറയുക, സാമ്പത്തികത്തിന് കഴിയുന്നത് പോലെയാണെങ്കിൽ അത് അത്രയും നല്ലതായിരിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നവരാണ്. നമ്മൾ ഒട്ടുമിക്ക കുടുംബങ്ങളും, സാധാരണ കുടുംബങ്ങളിലൊക്കെ നല്ല കോഴ്സുകൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് പിന്നോക്കം വലിക്കുന്നത് ചിലപ്പോൾ അവിടുത്തെ ഒരു എന്താ പറയുക ഫീസ് സ്ട്രക്ചറൊക്കെ തന്നെയായിരിക്കും. ആൻഡ് മാം ചോദിക്കാനായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം യെസ് മാം എന്ന് പറയുമ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. നമ്മൾ കെൽട്രോൺ നോളജ് സെന്ററിനെ കുറിച്ചാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ നമ്മുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഒക്കെ ഉത്തരം പറയാനായിട്ട് കൂടെയുള്ളത് പ്രീതിമോൾ PS, ഹെഡ് ഓഫ് കെൽട്രോൺ നോളജ് സെന്റർ, കോട്ടയം. മാം, ഞാൻ പറഞ്ഞു വന്നത് എന്നാന്ന് വെച്ചാൽ, ഇപ്പം ഈ കെൽട്രോണിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ, അല്ലെങ്കിൽ കെൽട്രോൺ നോളജ് സെന്ററിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു, നമ്മൾ ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയതുപോലെ തന്നെ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ഒരുപാട് ഫീസ് ഇളവുള്ള കോഴ്സുകളാണ് നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളൊരു കാര്യം ഞാനിങ്ങനെ കേട്ടു. അപ്പം അതെങ്ങനെയാണ് മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ഇവിടെ വരുമ്പോൾ ഇതിന്റെ ഫീസ് സ്ട്രക്ചർ വ്യത്യസ്തമാകുന്നത് എങ്ങനെയാണ്? കാരണം കെൽട്രോണിൽ പഠിക്കുന്നതിൽ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് തന്നെ ഇത് സാധാരണക്കാർക്ക് പഠിക്കണം എന്ന് അത് തന്നെയാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മിതമായ നിരക്കിലുള്ള കോഴ്സ് ഫീസുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് ഇതിപ്പോ നമ്മൾ ആദ്യ കാലത്ത് തന്നെ, ഇപ്പൊ നേരത്തെയൊക്കെ ആണെങ്കിൽ ഈ കമ്പ്യൂട്ടറും അല്ലെങ്കിൽ ഇതുപോലെ IT മേഖലയൊക്കെ തുടങ്ങിയ സമയത്ത് ഇത് വലിയ ഒരു കോഴ്സ് ഫീസായിരുന്നു ഓരോ കോഴ്സുകൾക്കും. അപ്പൊ സാധാരണക്കാരായ ജനങ്ങൾക്ക് പോലും ഇത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പൊ കാരണം ഒത്തിരി വലിയ ഫീസ് അടച്ചിട്ട് കമ്പ്യൂട്ടർ എന്താന്ന് പഠിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നതേ അല്ല. കാരണം അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ കെൽട്രോണിന്റെ നോളജ് സെന്റർ, അന്ന് ആദ്യമൊക്കെ IT എഡ്യൂക്കേഷൻ സെന്ററുകളായിട്ടാണ് തുടങ്ങിയത്. ഈ IT എഡ്യൂക്കേഷൻ സെന്റർ തുടങ്ങിയപ്പോൾ ചെറിയ ഫീസിൽ ഈ ആൾക്കാർക്ക് കമ്പ്യൂട്ടർ സാക്ഷരത കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആദ്യമേ ഈ IT എഡ്യൂക്കേഷൻ സെന്റർ തുടങ്ങിയത്. അപ്പൊ സാക്ഷരതാ മിഷൻ പോലുള്ളതിലൊക്കെ ആയിട്ട് ടൈപ്പ് ചേർന്നിട്ട് നമ്മൾ ചെറിയ ചെറിയ ഫീസുകളിൽ കോഴ്സുകൾ കൊടുക്കും. അപ്പൊ സാധാരണക്കാരായ ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും കമ്പ്യൂട്ടറിനെ കുറിച്ച് മനസ്സിലാക്കാനും അത് ഉപയോഗിക്കാൻ പഠിക്കാനും പറ്റുമായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ IT എഡ്യൂക്കേഷൻ സെന്റർ എന്നുള്ള നോളജ് സെന്റർ എന്ന നിലയിൽ എത്തി നിൽക്കുന്നത്. എന്നാൽ ആ IT എഡ്യൂക്കേഷൻ സെന്റർ ഇതുപോലെ ചെറിയ ചെറിയ ഫീസിൽ ഓരോ കോഴ്സുകൾ കൊടുത്ത് നമ്മളിപ്പോ എല്ലാ സാങ്കേതിക വിദ്യയിലും, അപ്പൊ അന്ന് IT എഡ്യൂക്കേഷൻ മാത്രമാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ കൂടിയും ഇന്ന് നമ്മൾ എല്ലാ ഏരിയയും, അതായത് സാങ്കേതിക വിദ്യയുടെ എല്ലാ മേഖലകളിലും കൈവയ്ക്കുന്ന രീതിയിലുള്ള എല്ലാ കോഴ്സുകളും തന്നെ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് ഇന്നും നമ്മൾ കൈവിടാത്ത കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മിതമായ ഫീസ് നിരക്കില് സാധാരണക്കാർക്ക് ഈ ഓരോ കോഴ്സും എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതിൽ നമ്മൾ വേറെ ഒന്നും ചിന്തിക്കുന്നില്ല. നമ്മൾക്ക് ലക്ഷ്യം തന്നെ ഇതാണ്, സാധാരണക്കാർക്ക് ഈ കോഴ്സുകളെല്ലാം പഠിക്കുക എന്നുള്ളത്. അപ്പൊ അവർക്കത് പറ്റുന്ന രീതിയിലുള്ള ഫീസേ നമ്മൾ വാങ്ങിക്കുന്നുള്ളൂ. നമ്മളൊരു ഗവൺമെന്റ് ഫേം ആയതുകൊണ്ട് തന്നെ നമ്മൾ വലിയ ഫീസുകളും വാങ്ങിക്കുന്നില്ല. ചെറിയ ഫീസ് മാത്രം വാങ്ങിച്ചിട്ട് ആണ് നമ്മൾ കോഴ്സ് നടത്തുന്നത്. അതും നമ്മൾ അവർക്ക് പറ്റുന്ന രീതിയിൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് നമ്മൾ ഫീസ് വാങ്ങിക്കുന്നത്. ഒറ്റയടിക്ക് ഫീസ് ഇപ്പം 30,000 അല്ലെങ്കിൽ 10,000 ആണ് കോഴ്സ് ഫീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റയടിക്ക് അത്രയും വാങ്ങിക്കില്ല. അവർക്ക് പറ്റുന്ന രീതിയിൽ ചെറിയ ചെറിയ ഇൻസ്റ്റാൾമെന്റുകളായിട്ട് അടച്ചാൽ മതിയാവും നമ്മളുടെ ഫീസുകൾ. അപ്പോ അവർക്കത് വലിയ ഒരു സാമ്പത്തിക ഭാരവും നമ്മൾ കൊടുക്കുന്നില്ല. കാരണം ഇവര് കുറേശ്ശെ ഫീസ് അടയ്ക്കുമ്പോഴത്തേക്കും ഓരോ മാസം കുറേശ്ശെ അടച്ചിഞ്ഞ് പോന്നു കഴിഞ്ഞാൽ ഇവർക്കത് ബുദ്ധിമുട്ടില്ലാതെ ഫീസ് അടച്ച് പഠിക്കുവാനും പറ്റും.
അപ്പം അതാണ് നമ്മൾ മെയിൻ ആയിട്ടും ഉദ്ദേശിക്കുന്നത്. ഈ ഫീസ് കുറച്ച് പഠിപ്പിക്കുന്നതിന്റെ ഉദ്ദേശം തന്നെ സാധാരണക്കാർക്ക് പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ ഈ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നമുക്ക് ഫീസ് അടയ്ക്കാം എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു സംശയം വന്നതെന്ന് വെച്ചാൽ, നമുക്കിപ്പം കോഴ്സിന്റെ ഡ്യൂറേഷൻ ഏതൊക്കെയാണ് മാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്? 6 months ആണോ, 1 year ആണോ, 3 year കോഴ്സുകളാണോ? എങ്ങനെയാണ് നമ്മുടെ ഡ്യൂറേഷൻ, എങ്ങനെയാണ് കോഴ്സുകളുടെ? നമുക്ക് കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ 1 month മുതലുള്ള കോഴ്സുകളുണ്ട്. 1 monthലുള്ള കോഴ്സ് ഉണ്ട്, 2 month ഉണ്ട്, 3 months ഉണ്ട്, 4 months, 6 months, 1 year, അങ്ങനെയുള്ള കോഴ്സുകളെല്ലാം ഉണ്ട്. എല്ലാ ഡ്യൂറേഷനിലുള്ള കോഴ്സുകളുണ്ട്. അപ്പൊ ഓരോരുത്തരും പറ്റുന്ന രീതിയിൽ ഇപ്പൊ 1 വർഷത്തെ കോഴ്സുകളുണ്ട്, ഡിപ്ലോമ കോഴ്സുകളൊക്കെ 1 വർഷത്തെ ഉണ്ട്, 6 മാസത്തെ ഉണ്ട്. അത് ഓരോരുത്തരുടെ ഇതനുസരിച്ച് അവരുടെ സൗകര്യത്തിനനുസരിച്ച് ചിലവർക്ക് 6 മാസം പഠിക്കാൻ പറ്റില്ലായിരിക്കും. അപ്പൊ അവർക്ക് അതിന് പറ്റുന്ന രീതിയിലുള്ള 3 മാസത്തെ കോഴ്സുകളും ഉണ്ടാവും. അങ്ങനെയാണ് നമ്മളുടെ കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്നത്. യെസ്. അപ്പൊ നമുക്ക് എന്താ പറയാ, ഈ ഒരു സാങ്കേതികപരമായിട്ടുള്ള ഏരിയയിൽ എന്തെങ്കിലും ഒരു പുതിയ കാര്യം പഠിക്കണം എന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് വളരെ തുച്ഛമായിട്ടുള്ള സമയത്തിലും ഗുണമേന്മയുള്ള ഒരു കോഴ്സും പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അഫ്കോഴ്സ് നമുക്ക് കെൽട്രോൺ നോളജ് സെന്റർ നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു സെന്ററിന്റെ കീഴിൽ വരുന്ന മറ്റ് കോഴ്സിനെ കുറിച്ചുള്ള മറ്റ് കാര്യങ്ങളെക്കുറിച്ച് കേട്ടറിയാം ഉയരയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM-ൽ ഉയരെയാണ്. കൂടെയുള്ളത് ജോ ആണ്. ഇന്ന് നമ്മൾ ഉയരയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കെൽട്രോൺ നോളജ് സെന്ററിന്റെ കീഴിൽ വരുന്ന കോഴ്സുകളെ കുറിച്ചും അവയുടെ ഡീറ്റെയിൽസിനെ കുറിച്ചുമാണ്. ആൻഡ് ഈ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരാനായിട്ട് വി ഹാവ് എ സ്പെഷ്യൽ ഗസ്റ്റ്, പ്രീതിമോൾ PS, ഹെഡ് ഓഫ് കെൽട്രോൺ നോളജ് സെന്റർ, കോട്ടയം. മാം, നമ്മൾ ഈ ഒരു ഫീ സ്ട്രക്ചറിനെ കുറിച്ച് പറഞ്ഞു, കോഴ്സുകളെ കുറിച്ച് പറഞ്ഞു, ആൻഡ് ഓൾസോ കെൽട്രോൺ നോളജ് സെന്ററിൽ ചില പെർക്സ് ഉണ്ട്, ചില ബെനഫിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ ചില സർട്ടിഫൈഡ് കോഴ്സുകൾ നമുക്ക് ഈ കെൽട്രോൺ നോളജ് സെന്ററിൽ പഠിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നു എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം നോർക്ക സർട്ടിഫൈഡ് ആണ് ചില കോഴ്സുകൾ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. സോ എന്തൊക്കെ സർട്ടിഫിക്കേഷൻസ് ആണ് നമുക്ക് ഈ ഒരു കോഴ്സിനോടൊപ്പം വരുന്നത്? നമ്മുടെ കെൽട്രോൺ സർട്ടിഫിക്കേഷന് പുറമെ നമുക്ക് കെൽട്രോണിന്റെ 25 കോഴ്സുകൾക്ക് കേരള ഗവൺമെന്റിന്റെ അംഗീകാരമുള്ള കോഴ്സുകളാണ്. അപ്പൊ അതില് അത് നമുക്ക് ആ കോഴ്സുകൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിൽ പുറത്തും അല്ലെങ്കിൽ എവിടെ വേണമെങ്കിലും ജോലിക്ക് പോകാവുന്നതാണ് ഈ ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ. പിന്നെ ഒരു 5 കോഴ്സുകൾ PSC നിയമനങ്ങൾക്ക് യോഗ്യമായ കോഴ്സുകളുണ്ട്. DCA, PGDCA, ടാലി ആൻഡ് MS ഓഫീസ്, വേർഡ് പ്രോസസിംഗ് ആൻഡ് ഡാറ്റ എൻട്രി, ഓഫീസ് ഓട്ടോമേഷൻ, ഇങ്ങനെ തുടങ്ങിയ 5 കോഴ്സുകൾ. അത് PSC നിയമനങ്ങൾക്ക് പറ്റുന്ന കോഴ്സുകളാണ്. പിന്നെ 15 കോഴ്സുകൾ നോർക്ക റൂട്ട്സിന്റെ അറ്റസ്റ്റേഷൻ പറ്റുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള കോഴ്സുകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ കോഴ്സ് പഠിക്കുന്ന കുട്ടികൾക്ക് ഈ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് വിദേശത്താണെങ്കിലും ജോലി സാധ്യത കൂടുതലുള്ളതാണ്. അപ്പൊ നമ്മുടെ കുട്ടികൾ ഒരുപാട് പേര് ഇതുപോലെ കോഴ്സുകൾ ഇവിടെ ഈ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകളൊക്കെ പഠിച്ചിട്ട് വിദേശത്തൊക്കെ ജോലിക്ക് പോയിട്ടുണ്ട് ഈ സർട്ടിഫിക്കേഷനുമായിട്ട്. അപ്പൊ അതുകൊണ്ട് അവർക്ക് അത് വളരെയധികം പ്രയോജനമുള്ളതാണ്. പിന്നെ നമ്മുടെ സർട്ടിഫിക്കേഷൻ നമ്മളുടെ കോഴ്സുകൾ ഈ ഗ്രാന്റിന് ലഭിക്കാനൊക്കെ പറ്റുന്ന കോഴ്സുകളാണ് നമുക്ക്. ഓക്കെ ഓക്കെ. അപ്പം നമ്മുടെ കെൽട്രോൺ നോളജ് സെന്ററിന്റെ കീഴിൽ വരുന്ന കോഴ്സുകൾക്ക് നമുക്ക് PSC നിയമനങ്ങൾ ലഭിക്കാവുന്ന തരത്തിലുള്ള സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ നോർക്ക സർട്ടിഫൈഡ് കോഴ്സുകൾ അവൈലബിൾ ആണ്. കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് കേരളത്തിന് പുറത്തും ഒക്കെ നമുക്ക് ജോലിക്ക് സാധ്യമായിട്ടുള്ള, കേരളത്തിന്റെ പുറത്തല്ല ഇന്ത്യക്ക് പുറത്തു വേണമെങ്കിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ജോലിക്ക് പോകുന്ന കുട്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ആളുകൾക്ക് ഒരു ഉറപ്പോടുകൂടി തന്നെ നമുക്കിവിടെ വന്ന് പഠിക്കാം, നമുക്കൊരു ഉറപ്പോടുകൂടി ജോലി നേടാനായിട്ടും സാധിക്കുന്നതായിരിക്കും. കെൽട്രോൺ നോളജ് സെന്ററിന്റെ കീഴിൽ വരുന്ന കോഴ്സുകളെ കുറിച്ചൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇനി ഉയരയിൽ കുറച്ച് പാട്ടുകളാണ്. പാട്ടുകൾക്ക് ശേഷം കേൾക്കാം. കൂടെയുള്ളത് ജോ ആണ്. ദിസ് ഈസ് സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര
സ്വർഗക്ഷേത്ര 89.6 FM-ൽ ഉയരെയാണ്. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. നമ്മൾ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നമ്മൾ സെലക്ട് ചെയ്യുമ്പം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. ഇപ്പം നമ്മൾ എടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, അത് എത്രമാത്രം നിലവാരമുള്ളതാണ്, അവിടെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾ ഏതൊക്കെ ജോലിയിലാണ് പ്രവേശിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ ഫാക്കൽറ്റീസ് എന്തൊക്കെ ക്വാളിറ്റീസ് ഉള്ളവരാണ്, അല്ലെങ്കിൽ അവിടുത്തെ നൽകുന്ന സിലബസ് എന്തൊക്കെയാണ്, നൽകുന്ന കോഴ്സുകൾ എന്തൊക്കെയാണ്, സർട്ടിഫിക്കേഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ അന്വേഷിച്ചായിരിക്കും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പഠിക്കാനായിട്ട് ചൂസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിൽ പെടുന്ന അല്ലെങ്കിൽ നമ്മൾ കാതിൽ കേൾക്കുന്ന ഒരു സെൻറ്റർ തന്നെയാണ് കെൽട്രോൺ നോളജ് സെൻറ്റർ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു സെൻറ്ററിൻ്റെ കീഴിൽ വരുന്ന കോഴ്സുകൾ എന്തൊക്കെ, അവയുടെ കോഴ്സ് ഡീറ്റെയിൽസ് ഒക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾക്ക് പറഞ്ഞു തരാനായിട്ട് നമ്മുടെ കൂടെയുള്ളത് പ്രീതിമോൾ PS, ഹെഡ് ഓഫ് കെൽട്രോൺ നോളജ് സെൻറ്റർ കോട്ടയം. നമ്മൾ ഈ കെൽട്രോൺ അല്ലെങ്കിൽ KKCയുടെ കീഴിൽ വരുന്ന കോഴ്സുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ സർട്ടിഫിക്കേഷൻസ് ആണ് മുമ്പേ പാട്ടുകൾക്ക് മുന്നേ കേട്ടത്. ആൻഡ് ഇനി ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരു AI അധിഷ്ഠിതമായിട്ടുള്ള കാലം തന്നെയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇല്ലാത്ത കോഴ്സുകളില്ല, ഇല്ലാത്ത ജോലികളില്ല, ഇല്ലാത്ത മേഖലകളില്ല. സോ നമ്മുടെ ഈ ഒരു കെൽട്രോൺ നോളജ് സെൻറ്ററിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിതമായിട്ടുള്ള കോഴ്സുകൾ ഏതൊക്കെയാണ് പുതിയതായിട്ട് വന്നിട്ടുള്ളത്? നമുക്ക് പുതിയതായിട്ട് AI അധിഷ്ഠിതമായ കോഴ്സുകൾ വന്നിരിക്കുന്നത് പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ജനറേറ്റീവ് AI എൻഹാൻസ്ഡ് ന്യൂ മീഡിയ ആൻഡ് വെബ് സൊല്യൂഷൻസ് എന്നുള്ള കോഴ്സ്, പിന്നെ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ മെഷീൻ ലേണിംഗ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, പിന്നെ ഡാറ്റ സയൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇതിന്റെ ഡിപ്ലോമ കോഴ്സും സർട്ടിഫിക്കറ്റ് കോഴ്സും ഒക്കെ അവൈലബിൾ ആണ് നമുക്കിവിടെ. ഇതാണ് നമുക്കിപ്പോൾ AI ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾ വന്നിരിക്കുന്നത്. ഓക്കെ ഓക്കെ. ആൻഡ് ഇപ്പം കുട്ടികളിപ്പോൾ എങ്ങനെയാണ് മാം, ഇപ്പോൾ ഒരു AI ബേസ്ഡ് കോഴ്സുകളൊക്കെ ഓപ്റ്റ് ചെയ്യാറുണ്ടോ കൂടുതലും? ഉണ്ട്. ഇപ്പൊ ഇപ്പൊ നമുക്ക് വരുന്നത് കൂടുതലും BTech കഴിഞ്ഞ കുട്ടികളോ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ കുട്ടികളോ ആണ് കൂടുതൽ AI ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾ അന്വേഷിച്ച് വരുന്നത്. അപ്പൊ +2 കഴിഞ്ഞ കുട്ടികൾ ഇതിലേക്ക് അധികം വന്നു തുടങ്ങിയിട്ടില്ല. എന്നാലും BTech-ഉം ഡിഗ്രി ഒക്കെ കഴിഞ്ഞ കുട്ടികളാണ് ഈ കോഴ്സുകൾ കൂടുതൽ ഓപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം എൻ്റെ അങ്ങനെ AI ബേസ്ഡ് കോഴ്സുകൾ എന്തൊക്കെയാണ് കെൽട്രോൺ നോളജ് സെൻറ്ററിൻ്റെ കീഴിൽ വരുന്നത് എന്നുള്ളത് കേട്ടു. ആൻഡ് ഓൾസോ ഇപ്പോഴത്തെ ഒരു അക്കാഡമിക് ഇയർ സംബന്ധിച്ച് ഇപ്പം നമുക്കറിയാം 4 year UG പ്രോഗ്രാമാണ് ഇപ്പോഴത്തെ ഏറ്റവും സ്പെഷ്യൽ. ഈ ഒരു അക്കാഡമിക് ഇയറിലെ ഏറ്റവും സ്പെഷ്യാലിറ്റി അതാണ്. അപ്പം ഈ ഒരു 4 year UG പ്രോഗ്രാമിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ നമുക്ക് ആഡ് ഓൺ കോഴ്സുകൾ ചെയ്യും. അതിപ്പം ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് നമുക്ക് ആഡ് ഓൺ കോഴ്സുകൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ അങ്ങനെ കുട്ടികൾക്ക് കെൽട്രോണിൽ അല്ലെങ്കിൽ നമ്മുടെ കെൽട്രോൺ നോളജ് സെന്ററിൽ നൽകുന്ന ആഡ് ഓൺ കോഴ്സുകൾ ഏതൊക്കെയാണ്? ആഡ് ഓൺ കോഴ്സ് നമുക്ക് 100ഓളം ആഡ് ഓൺ കോഴ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ വിദ്യാർത്ഥികൾക്ക് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള വിവിധ മേഖലയിലുള്ള 20 സെക്ടറുകളിലായിട്ടുള്ള കോഴ്സുകളുണ്ട്. NSQF അലൈൻഡ് കോഴ്സുകളായ ലെവൽ 4.1 മുതൽ 4.5 മുതൽ അതിന്റെ മുകളിലേക്കുള്ള കോഴ്സുകളാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അതിൽ ഇവർക്ക് ഏതാണ് ഈ കോഴ്സിൽ ഏത് ഫീൽഡാണ് ഇവർക്ക് താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് എടുക്കാം. അപ്പൊ ഇവർക്ക് ഈ ഡിഗ്രി കോഴ്സ് കഴിയുമ്പോഴത്തേക്കും ഒരു NSQF സർട്ടിഫിക്കേഷൻ ഉള്ള കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് കൂടി ഇവർക്ക് കിട്ടുവാണ്. അപ്പൊ അത് അവർക്ക് വളരെയധികം പ്ലസ് പോയിന്റ് നൽകുന്ന ഒരു സംവിധാനമാണ്. കാരണം ഇവർ പഠിച്ചിറങ്ങി കഴിയുമ്പോഴത്തേക്കും തന്നെ ഏതെങ്കിലും ഒരു മേഖലയിൽ പോകുമ്പോൾ ഡിഗ്രി പ്ലസ് അഡീഷണൽ ആയിട്ട് ഈ ഒരു ഇതും കൂടി അവർക്ക് കിട്ടുവാണ്, ഈ സർട്ടിഫിക്കറ്റും കൂടി കിട്ടുകയാണ്. അപ്പൊ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് ആഡ് ഓൺ കോഴ്സ് ആയിട്ട് ഇതുപോലെ 100ഓളം കോഴ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് ഓരോ കുട്ടികളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ടാണ് അവർ കോഴ്സുകൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അവരുടെ അഭിരുചി അനുസരിച്ച് കോഴ്സ് നമുക്ക് സെലക്ട് ചെയ്യാം. അതുകൊണ്ട് തന്നെ 100ഓളം കോഴ്സുകൾ അവൈലബിൾ ആണ് കെൽട്രോൺ നോളജ് സെന്ററിന്റെ കീഴിൽ. അപ്പം കെൽട്രോണിനെ കുറിച്ച് നമ്മൾ കേട്ടു, കെൽട്രോൺ നോളജ് സെന്ററിന്റെ കീഴിൽ വരുന്ന കോഴ്സുകളെ കുറിച്ചും കേട്ടും. ഇനിയും ചില കാര്യങ്ങളൊക്കെ നമുക്ക് കേട്ടറിയാനായിട്ടുണ്ട്, അതൊക്കെ കേൾക്കാം നമ്മുടെ സ്വന്തം സ്വർഗക്ഷേത്ര 89.6 FM-ൽ ഉയരയിലൂടെ. കൂടെയുള്ളത് ജോ ആണ്. NDC സ്വർഗക്ഷേത്ര 89.6 FM കാതോരും കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഉയരെ ഓൺ സ്വർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. ഇന്ന് ഉയരയിലൂടെ നമ്മൾ കേൾക്കുന്നത് കെൽട്രോൺ നോളജ് സെന്ററിന്റെ കീഴിൽ വരുന്ന കോഴ്സുകളെ കുറിച്ച്, അവയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച്, അത് എന്ന് മുതലാണ് അതിന്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നത്, എവിടെയാണ് നോട്ടിഫിക്കേഷൻസ് വരിക, അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഇതിന്റെ കോഴ്സിന്റെ ഡ്യൂറേഷൻ, എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ കേട്ടറിഞ്ഞു. ആൻഡ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാനായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്
പ്രീതിമോൾ PS, ഹെഡ് ഓഫ് കെൽട്രോൺ നോളജ് സെന്റർ, കോട്ടയം. മാം, നമ്മൾ ഈ കോഴ്സിനെ കുറിച്ചൊക്കെ കേട്ടു. കെൽട്രോൺ നോളജ് സെന്ററിന്റെ കീഴിൽ വരുന്ന കോഴ്സിനെ കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽ നമ്മൾ കേട്ടു. ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. അതിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കോഴ്സുകളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ശ്രോതാക്കളോട് മാമിന് അല്ലെങ്കിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് മാമിന് എന്താണ് പറയാനായിട്ടുള്ളത്? ശ്രോതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഏത് ഫീൽഡ് എടുത്താലും, ഇപ്പൊ ഒരു +2 ആണെങ്കിലോ അല്ലെങ്കിൽ ഡിഗ്രി ആണെങ്കിലും SLC ആണെങ്കിലും ഏതൊരു കോഴ്സ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ഓടിച്ചെന്നാൽ ചിലപ്പോൾ കോഴ്സിന് ഒരു ജോലി കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇന്നിപ്പോ ഡിഗ്രി ബിടെക് കഴിഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ ഈ ഒരു ജോലി നേടാൻ വേണ്ടിയിട്ട് ഒരു ജോബ് ഓറിയന്റഡ് കോഴ്സുകൾ സെലക്ട് ചെയ്യുമ്പോൾ അത് എവിടെ പഠിച്ചാലും ക്വാളിറ്റിയുള്ള കോഴ്സും ക്വാളിറ്റിയുള്ള സർട്ടിഫിക്കറ്റും ഉള്ള കോഴ്സുകൾ തന്നെ സെലക്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ കെൽട്രോൺ അതിനെപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവും. കെൽട്രോൺ ഒരു ക്വാളിറ്റിയുള്ള സർട്ടിഫിക്കറ്റും ക്വാളിറ്റിയുള്ള ഫാക്കൽറ്റീസുമായിട്ട് നിങ്ങളെ കാത്തിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ചിട്ടുള്ള കോഴ്സുകൾ ചെയ്യാനായിട്ട് ഏവരെയും കെൽട്രോണിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾക്കായിട്ട് കെൽട്രോണിന്റെ ഒരു ടീം തന്നെ ഇവിടെ കാത്തിരിക്കുകയാണ്. ആർക്കും ഏത് കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ടും നമ്മളുടെ കെൽട്രോണിന്റെ സെന്ററിലേക്ക് വരാവുന്നതാണ്. ഏത് സെന്ററിൽ, ഏത് ജില്ലയിൽ. യെസ്. അപ്പോൾ എന്തായാലും നമ്മുടെ കേരളത്തിലുടനീളം 35 സെന്റർ തന്നെ കെൽട്രോൺ നോളജ് സെന്ററിന്റെ കീഴിലുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ ഓർമ്മിപ്പിച്ചു. എന്തായാലും ഇന്നത്തെ ഉയരെ നമ്മൾ വൈൻഡപ്പ് ചെയ്യുവാണ്. ആൻഡ് മാം, താങ്ക് യു സോ മച്ച്. ഒരുപാട് കാര്യങ്ങൾ മാം പറഞ്ഞു തന്നു. യെസ്. അപ്പം ഞാനും നന്ദി പറയുന്നു. ഇങ്ങനെ ഒരു അവസരം എനിക്ക് തന്നതില് സർഗക്ഷേത്രയുടെ ആൾക്കാരോട് ഞാനും നന്ദി പറയുന്നു. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും ഇതുപോലെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങൾ, പല കോഴ്സുകളെ കുറിച്ച്, അവയുടെ ഡീറ്റെയിൽസിനെ കുറിച്ചൊക്കെ അറിയാനായിട്ടുള്ള സമയമാണ് നമ്മുടെ സ്വന്തം ഉയരെ. അപ്പോൾ എന്തായാലും അടുത്ത ആഴ്ച ഇതുപോലെ പുത്തൻ കോഴ്സിനെ കുറിച്ചും അവയുടെ ഡീറ്റെയിലുമായിട്ടൊക്കെ നമ്മൾ എത്തുന്നതായിരിക്കും. എന്തായാലും ഇന്നത്തെ ഈ ഒരു ദിവസം അല്ലെങ്കിൽ ഈ ഒരു സമയം ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. ഉയരയുടെ സമയം മാത്രമേ ഇവിടെ വൈൻഡപ്പ് ആകുന്നുള്ളൂ. മറ്റു പരിപാടികളൊക്കെ വരുന്നുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM ആൻഡ് ദിസ് ഈസ് RJ Joe signing off from Uyere. 89.6 FM Sargakshetra.